ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആയിരിക്കാം വരുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് എനർജിയാണ് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി അനുസരിച്ച് ആ ഒരു വ്യക്തി ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യത്തിൽ വളരെയധികം സ്റ്റക്കാണെന്നാണ് കാണുന്നത്. ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നുള്ളൊരവസ്ഥ. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണുന്നത്. ആ ഒരു വ്യക്തി വളരെയധികം സ്റ്റക്കാണ്. ആ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഉള്ളത്. എന്ത് സാഹചര്യമാണെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ പേഴ്സണിന് ചുറ്റും ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തി വിചാരിക്കുന്നത് ചുറ്റുമുള്ള കാര്യങ്ങൾ എല്ലാം ഒന്ന് അടങ്ങട്ടെ, അതിനുശേഷം ഞാനൊരു ആക്ഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ സ്റ്റക്കായിട്ട് തുടരുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ്. അവരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിനെ പറ്റി ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറല്ല, അതാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് ഈ ഒരു സമയം ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഈ ഒരു പേഴ്സണ് കാണില്ല. നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്, അതിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നു. ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരണമെന്ന് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്നേഹം തികയാത്ത ഒരവസ്ഥ കാണുന്നു. അതായത് ആ വ്യക്തി നൽകുന്നതായിട്ടുള്ള സ്നേഹം ചിലപ്പോൾ നിങ്ങൾക്ക് തികയുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടായിരിക്കാം. അപ്പം ആ ഒരു കാര്യം ഉള്ളതുകൊണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് തടസ്സമുള്ളതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഏതായാലും ആ ഒരു വ്യക്തി സ്റ്റക്കാണ്, ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ ആ വ്യക്തിയുടെ ചിന്തകളിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരണം എന്നുള്ളതൊക്കെയാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്, മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരു പുതിയ തുടക്കം അവരുടെ ലൈഫിൽ കൊണ്ടുവരണം. അതെന്താണ് ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്തെന്നാൽ, ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണമെന്ന് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നു. അതായിരിക്കാം ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതും ഈ ഒരു സമയം. അതിനു വേണ്ടിയിട്ട് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ആ വ്യക്തി വളരെ ഗാഢമായി ചിന്തിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുകയാണ്. ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് വേണ്ടത്, ഇതിൽ നിന്നാൽ തനിക്ക് എന്താണ് ബെനിഫിറ്റ് ഉള്ളത് എന്നൊക്കെ ഈ ഒരു വ്യക്തി ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ തോട്ടിൽ ഫ്യൂച്ചറിൽ എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉള്ളതായിട്ടാണ് കാണുന്നത്. സോൾമേറ്റ് ഓർ ട്വിൻ ഫ്ലെയിം ആവാനായിട്ടുള്ളൊരു ചാൻസ് വളരെയധികം കാണുന്നു. ഇപ്പോൾ ഈ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഹാപ്പി ലൈഫാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം കൊണ്ടുവരാനാണ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. എന്തും വരട്ടെ, ഞാൻ ഇറങ്ങിത്തിരിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എനിക്ക് ചുറ്റുമുള്ളവരെ ഒന്നും ഭയക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ, അല്ലെ വരുന്ന കാര്യം വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നതാണ് കാണുന്നത്. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകരുത് എന്ന് പറയുന്ന, അതായത് ആ വ്യക്തിയെ പിന്തിരിപ്പിക്കുന്നതായിട്ടുള്ള ആളുകൾ ആ ഒരു വ്യക്തിയുടെ ചുറ്റും ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും കൂസാതെ ഈ ഒരു വ്യക്തി ഇറങ്ങി തിരിച്ചേക്കുന്നതാണ് കാണുന്നത്.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്ത് കാണുന്നില്ലെങ്കിലും ആ ഒരു വ്യക്തിക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഇനി ഫ്യൂച്ചറിലാണേലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലെ ആ ഒരു പേഴ്സൺ വിചാരിക്കുന്നത് പോലെയുള്ളൊരു ഗ്രോത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവും. നിങ്ങളുമായിട്ട് ഒന്നിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെയുള്ള ഒരു തോട്ടാണ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുള്ളത്. ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളോട്. പക്ഷെ അതൊന്നും ആ ഒരു വ്യക്തി പുറത്ത് കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ചിലപ്പോൾ ഒരു റൊമാൻറ്റിക്കായിട്ട് ഉള്ള ഒരു വ്യക്തി ആയിരിക്കില്ല നിങ്ങളുടെ പേഴ്സൺ. ചിലരുണ്ടല്ലോ മനസ്സിൽ സ്നേഹം വെച്ചിട്ട് അത് പുറത്ത് കാണിക്കാതെ നടക്കുന്നവർ. അങ്ങനെയുള്ളൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തിക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലല്ലോ എന്ന്. പക്ഷെ അങ്ങനെയല്ല, ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹം നിങ്ങളോടുണ്ട്. പക്ഷെ അതൊന്നും അത് അവരുടെ പുറത്തോട്ട് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉള്ളതെല്ലാം എൻഡായിട്ടുണ്ട്. അത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ പ്രോബ്ലംസുകളായിരിക്കാം. അതെല്ലാം എൻഡായിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ ലൈഫിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഴയ രീതികളിലൊക്കെ മാറ്റം വരുത്താനായിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം പരിശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ ഏജ് കൂടിയ ഒരു പേഴ്സൺ ആയിരിക്കാം. ഈ ഒരു സമയം നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസാണ് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഓർത്തെടുക്കുന്നത്. നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാനായിട്ടുള്ള ചാൻസ് വളരെയധികം കാണുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ തമ്മിൽ ഒരു ട്വിൻ ഫ്ലെയിം ഓർ സോൾമേറ്റ് കണക്ഷൻ ആവാനായിട്ടുള്ള ചാൻസ് ആണെന്ന്. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിലൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതായിട്ട് കാണുന്നു. ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് മെമ്മറീസാണ് ഓർത്തെടുക്കുന്നത്. നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നു. കാരണം നിങ്ങളാണ് അവർക്കൊരു ഇമോഷണൽ ഹാപ്പിനെസ് കൊടുത്തതെന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ തിരികെ അവരുടെ ലൈഫിലേക്ക് വേണമെന്ന് ഈ ഒരു വ്യക്തി അതിയായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു സമയം നിങ്ങളോടുള്ള ഫീലിങ്സ് ഒന്നും ആ ഒരു പേഴ്സൺ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. അവരുടെ ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷെ അതൊന്നും പുറത്തോട്ട് കാണിക്കുന്നില്ല. അതാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തി സ്റ്റക്കായിട്ട് തുടരുന്നതാണല്ലോ നമുക്ക് അവരുടെ എനർജിയിൽ കിട്ടിയത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെയൊക്കെ പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങളുടെ അരികിലേക്ക് വരണം, നിങ്ങളുമായിട്ടൊരു പുതിയ ജീവിതം തുടങ്ങണം, ആ ഉള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ ഈ ഒരു വ്യക്തി പ്ലാൻ ചെയ്യുന്നതാണ് കാണുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളും അവരും തമ്മിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും കാണില്ല. ആ ഒരു വ്യക്തി സിംഗിളായിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. എന്നാൽ ആ ഒരു വ്യക്തി വളരെ പ്രാക്ടിക്കലായിട്ടൊരു ഡിസിഷൻ എടുക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കുന്നതും കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്തെന്നാൽ നിങ്ങളുടെ അരികിലേക്ക് ഇനി എത്ര തടസ്സമുണ്ടായാലും അതിനെയൊക്കെ മറികടന്ന് നിങ്ങളുടെ അരികിലേക്ക് എത്തണം എന്നുള്ള ചിന്തയാണ് ഈ ഒരു പേഴ്സണ്. അതാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷനൊന്നും കാണില്ലെന്നാണ് എനിക്കിവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം. അപ്പം എന്തായാലും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനൊന്നും ഇവിടെ കാണുന്നില്ല. എന്താണ് ആ ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് നോക്കാം.
ആ ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ തന്നെയാണ്. ഇവിടെ 3 ഓഫ് കപ്സ് കാണിക്കുന്നത് ഒരു റീയൂണിയനാണ്. അതായത് നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ റീയൂണിയനാണ് ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ഒരുപാട് നെഗറ്റീവ് എനർജി. അതിൽ നിന്ന് പുറത്തു വന്നാലേ ആ ഒരു റീയൂണിയൻ സാധ്യമാവുകയുള്ളൂ. ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചിന്തകളിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ ഈ ഒരു പേഴ്സണ് സാധ്യമാകൂ. ആ ഒരു പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് നിങ്ങളുടെ അരികിലേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരാനാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ആഗ്രഹിക്കുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ സിറ്റുവേഷനിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ആ ഒരു പേഴ്സൺ സ്റ്റക്കാണ്. അപ്പം അതെല്ലാം ഒന്ന് എൻഡായിട്ട് നിങ്ങളുടെ അരികിലേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് വരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. പക്ഷേ ഇതൊരു സ്ലോ എനർജിയാണ്, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. എങ്കിൽ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പം ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് എത്തും, പക്ഷേ വളരെ സ്ലോ ആയിട്ടുള്ള എനർജിയാണിത്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്നും കൂടെ നോക്കട്ടെ. എന്താണ് വ്യൂവേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതെടുക്കാനായിട്ടുള്ള കൺഫ്യൂഷനും ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഡിസിഷൻ എടുത്ത് ഞാൻ മുന്നോട്ട് പോയതുകൊണ്ടാണ്, അല്ല ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഞാൻ മുന്നോട്ട് പോയതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സിറ്റുവേഷൻസ് എല്ലാം അനുഭവിക്കേണ്ടി വന്നത്. ഇപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിൻ്റെ അരികിലേക്ക് ഒരു ആക്ഷൻ എടുത്ത് വരുന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു സമയം ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണ് തന്നെ മനസ്സിലായിട്ടുണ്ട് ആ ഒരു വ്യക്തിയുടെ ഓപ്ഷൻ തെറ്റായിരുന്നു എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആ ഒരു വ്യക്തി സഫർ ചെയ്യേണ്ടി വന്നത്. നീയുമായിട്ടുള്ള ഒരു ഹാപ്പി ലൈഫ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഇനി ഞാൻ വരാൻ പോകുന്നത്. നിൻ്റെ ആഗ്രഹം എന്താണോ അത് ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് ഞാൻ വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നീ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ജീവിതം നിനക്ക് തരാനായിട്ട്. അതുപോലെ തന്നെ നിന്നെ എനിക്ക് ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. നിൻ്റെ സ്നേഹവും കരുതലും എല്ലാം മിസ്സ് ചെയ്യുന്നു. അതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ, അതായത് കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അർഹിക്കേണ്ടതായിട്ടുള്ള, നിങ്ങൾ അർഹിക്കുന്ന നീതി അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് അനുകൂലമായിരിക്കുകയാണ് കാലചക്രം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടുന്നതാണ്. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഒരു കാർഡോടെ നോക്കട്ടെ. നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ എന്നാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരു കാർഡൂടെ നോക്കട്ടെ. യൂണിവേഴ്സ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കൂ.
നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരിക്കൂ. അപ്പോൾ എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയൻ ഇവിടെ പോസിബിൾ ആകൂ. നിങ്ങൾ പോസിറ്റീവ് ആൻഡ് ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഒരു റീയൂണിയൻ പോസിബിൾ ആകൂ. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച അല്ലെ അർഹിക്കുന്നത് പോലെയുള്ളൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. ഈ ഒരു സമയം നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കണം, നെഗറ്റീവ് ആവരുത്. അങ്ങനെ ആവുകയാണെങ്കിൽ, പോസിറ്റീവ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ ഇവിടെ പോസിബിൾ ആകുന്നതാണ്. അതാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഏതായാലും നിങ്ങളുടെ പേഴ്സണും ഒരു റീയൂണിയനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട്. അവരുടെ റിലേഷൻഷിപ്പിൻ്റെ, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലെ പഴയ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തി നിങ്ങളുടെ അരികിലേക്ക് എത്രയും വേഗം വരണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് വന്നിരിക്കുകയാണ്. ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വ്യക്തിയായിരിക്കാം. അതിലൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയ ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ളൊരു ഹാപ്പി ലൈഫാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ വളരെയധികം സ്റ്റക്കാണെന്നാണ് കാണുന്നത്. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അപ്പം അതുകൊണ്ടായിരിക്കാം. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലോസും കൂടി നോക്കട്ടെ. ടു മന്ത്സ്, എറണാകുളം, ലെറ്റർ ഇ, 1992, നമ്പർ 5, കോട്ടയം ഡിസ്ട്രിക്റ്റ്, വിത്തിൻ 24 hours, 1983, തൃശ്ശൂർ, 1985, മൈസൂർ, 1971, ബാംഗ്ലൂർ, 2023, ലെറ്റർ എ, ലെറ്റർ എൻ, ഡ്രൈവർ, ഉണർന്ന നക്ഷത്രം, 1982, ഏപ്രിൽ മന്ത്, ലെറ്റർ ഡി, നമ്പർ 48, നമ്പർ 21, വിത്തിൻ 48 hours, മെഡിക്കൽ ഫീൽഡ്, നമ്പർ 38, വയലറ്റ് കളർ, 1973, 57, നമ്പർ 4, റെഡ് കളർ, മാർച്ച് മന്ത്, മേടം മന്ത്, ചിത്തിര നക്ഷത്രം, ചെന്നൈ, നമ്പർ 10, മലപ്പുറം ഡിസ്ട്രിക്റ്റ്, മകയിരം നക്ഷത്രം, നമ്പർ 24, ബേക്കർ, 2002, കാസർഗോഡ്, 1974, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്, സോഷ്യൽ മീഡിയ, കളേർഡ് ഹെയർ, മൂലം നക്ഷത്രം, 36, ഫുട്ബോൾ, കന്നി മന്ത്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്.